നമ്മുടെ ദുബൈയിൽ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതായത് റെന്റ് കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്, റെന്റ് മേടിച്ച് പോക്കറ്റിൽ ഇടുന്നവരുണ്ട്. ഈ രണ്ട് കാറ്റഗറി ഞാൻ ഇന്ന് കാണിച്ചുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദുബൈക്ക് രണ്ട് ഫേസ് ഉണ്ട്. അതിലെ ഓൾഡ് ഫേസ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓൾഡ് ദുബൈ എന്ന് പറയും. ഇതിന്റെ ഒരു സൈഡ് ഫുള്ള് വരുന്നത് ഇതെല്ലാം പഴയ ബിൽഡിംഗ്സ് ആണ്. ഇതെല്ലാം ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ആണ്. ഈ താമസിക്കുന്ന ആൾക്കാർ ലെറ്റ്സ് സേ ഇപ്പൊ ഇത് ഈ ഒരു പോർഷൻസ് കറാമ വരുന്നത്. അപ്പൊ ഇവിടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ റൂമിന്റെ റെന്റ് ഇപ്പൊ ഏകദേശം ഒരു 4000 ദിർഹംസാണ് റെന്റ് എന്ന് വരിക. ഇവരൊരു 5 വർഷം ഈ റെന്റ് അടച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ആലോചിച്ച് നോക്കും, നാട്ടിൽ 60 ലക്ഷം രൂപ അവർ റെന്റ് കൊടുത്തു. ഇനി 10 വർഷം അവർ താമസിച്ചു. ഞാൻ 4000 ആവറേജ് റെന്റ് എടുത്തിട്ടുള്ളൂ. എന്നാൽ പോലും 10 വർഷം നിങ്ങൾ റെന്റ് കൊടുത്തേക്കുന്ന ഏകദേശം 1.25 കോടി രൂപ നിങ്ങൾ റെന്റ് കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് ഇതിന്റെ അതർ സൈഡ് നോക്കുകയാണ്. ഇതാണ് ദുബൈയുടെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്, അതായത് ന്യൂ ദുബൈ. ഈ ന്യൂ ദുബൈയിൽ വരുന്ന എല്ലാ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതായത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പ്രോപ്പർട്ടി മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ 100% ഓണർഷിപ്പാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് നമ്മുടെ എൻഡ് യൂസ് ആയിക്കോട്ടെ, നമുക്കതൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്, അതായത് നമുക്ക് വേണമെങ്കിൽ റെന്റ് ഔട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നേരെ മറിച്ച് നമുക്കത് സെല് ചെയ്യണോ, 100% ഓണർഷിപ്പാണ്. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണോ, നെക്സ്റ്റ് ജനറേഷൻ കൊടുക്കണമെങ്കിലും ഇതെല്ലാത്തിന്റെ ഓണർ നമ്മൾ തന്നെ. അതാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ്. ഇന്ന് നിങ്ങൾ കാണുന്ന ദുബൈ റിയൽ എസ്റ്റേറ്റിന്റെ വീഡിയോസ് എല്ലാം തന്നെ മജോറിറ്റി വരുന്നത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഇതുണ്ട് നമുക്ക് എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള, അതായത് ഡെവലപ്ഡ് ദുബൈ. ഇന്ന് കാണുന്ന ഈ ദുബൈ, ബുർജ് ഖലീഫ, അതുപോലെ ഡൗൺ ടൗൺ, എല്ലാം ഡെവലപ്ഡ് ആയിട്ടുള്ള ദുബൈ എല്ലാം വരുന്നത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ആണ്. അതായത് ന്യൂ ദുബൈ. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു നാട്ടിലൊരു വസ്തു മേടിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ 100% ഓണർഷിപ്പിൽ നമുക്ക് ദുബൈയിൽ പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ദുബൈ എന്ന് പറയുന്നത് തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ ഹെവൻ എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ടാക്സ് ഇല്ല, മിനിമം ഡോക്യുമെന്റേഷൻ ആണ്, നല്ല റെന്റൽ റിട്ടേൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ വളരെ ഹൈ ആയിരിക്കും, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. നിങ്ങൾക്ക് ദുബൈയിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മോർഗേജ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ അടയ്ക്കുന്ന റെന്റ് നേരെ നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടിയിലേക്ക് നിങ്ങൾക്ക് EMI ആക്കി മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മോർഗേജ് എലിജിബിൾ അല്ലെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് പോസ്റ്റ് ഹാൻഡ് ഓവർ പേയ്മെന്റ് പ്ലാൻസ് അവൈലബിൾ ആണ്. സോ അതായത് നിങ്ങൾക്ക് കീ ഹാൻഡ് ഓവർ ആയി കഴിഞ്ഞിട്ട് 3 വർഷം തൊട്ട് 5 വർഷം വരെ അടച്ചെടുക്കാനുള്ള സമയം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റെന്റൽ സ്റ്റാറ്റസിൽ നിന്ന് മാറി ഒരു പ്രോപ്പർട്ടി ഓണർ ആവണമെങ്കിൽ ഒരു ഫോൺ കോൾ മതി. ആ ഫോൺ നമ്പറാണിത്.